അറിവമ്മ അലിവമ്മ അമൃതമ്മ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വീട്ടിൽ വളർത്തുന്ന പക്ഷി മൃഗാദികൾക്കോ അല്ലെങ്കിൽ മറ്റു പറവകൾക്കോ ജന്തുക്കൾക്കോ അല്പം ആഹാരം നൽകണം. അവയിലും ഇഷ്ടദേവതയെ ദർശിച്ച് നിവേദ്യമായി അത് സമർപ്പിക്കണം. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാകട്ടെ. മേദിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം രാമപുരം പഞ്ചായത്തിലെ മേദിരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമപുരത്തെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഇത്. സമാധാനത്തിന്റെയും പവിത്രതയുടെയും ഒരു സ്വർഗമാണ് ഈ ക്ഷേത്രം. ഇവിടെ പ്രാർത്ഥിച്ചാൽ ഒരു ഭക്തന് ഒരു അദ്വിതീയ സംതൃപ്തി അനുഭവപ്പെടുന്നു. പ്രധാന ക്ഷേത്രം കട്ടിയുള്ള കല്ലിൽ നിർമ്മിച്ചതാണ്. സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന ശ്രീകോവിലിന്റെ പുറം ചുവരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന രാമായണ കഥകളുടെ 3D ചിത്രീകരണം വളരെ ആകർഷകമാണ്. കോട്ടയത്തെ 4 ക്ഷേത്രങ്ങളായ രാമപുരം ശ്രീരാമക്ഷേത്രം, അമരകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം, ഒടുവിൽ രാമപുരം ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിലെ ദർശനം ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഭക്തനെ രോഗങ്ങളിൽ നിന്നും മുജ്ജന്മങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും നല്ല സന്താനങ്ങളെ നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 4 ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുള്ള ഒരു ഒരുമയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 4 ക്ഷേത്രങ്ങളിലും ദേവീ സാന്നിധ്യമുണ്ട്. ശ്രീരാമൻ്റെ അടുത്താണെങ്കിലും ലക്ഷ്മണസ്വാമിയുടെ അടുത്താണെങ്കിലും ഭരതസ്വാമിയുടെ അടുത്താണെങ്കിലും ഇവിടെ ശത്രുഘ്നസ്വാമിയുടെ അടുത്താണെങ്കിലും ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അതിൽ ഇവിടെ ഈ മേദിരിയിൽ ശ്രീപോർക്കലി ക്ഷേത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഭഗവതിയുടെ ഏറ്റവും ശക്തിമത്തായ സങ്കല്പം ദാരിക നിഗ്രഹത്തിൻ്റെ ആ നിമിഷത്തെ രൗദ്രത എന്തുമാത്രമുണ്ടോ അതെല്ലാം എടുത്തു കാണിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീപോർക്കലി ക്ഷേത്രം. ശ്രീരാമ രാമ ശ്രീരാമ രാമ സീതാപതേ രാമ ശ്രീരാമ രാമ. നേരത്തെ ഇതൊരു കൃഷ്ണക്ഷേത്രമായിരുന്നു. അടുത്ത പ്രദേശത്ത് ഒരു ശത്രുഘ്നസ്വാമി ക്ഷേത്രമുണ്ടായിരുന്നു. അത് കാലാന്തരത്തിൽ ക്ഷയിച്ചു പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വേറെ മാറാൻ പറ്റാതെ അത് ഈ ക്ഷേത്രത്തിലേക്ക് ലയിച്ചു എന്നും അങ്ങനെയാണ് ശത്രുഘ്നസ്വാമിയുടെ ചൈതന്യവും സന്താനഗോപാലമൂർത്തിയുടെ ചൈതന്യവും ഈ ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചവരെ ശത്രുഘ്നസ്വാമി ആയിട്ടും ഉച്ചയ്ക്ക് ശേഷം സന്താനഗോപാലമൂർത്തിയായിട്ടാണ് ഇവിടുത്തെ ഭഗവാൻ വിരാജിക്കുന്നത്.
കർക്കിടക മാസത്തിൽ 4 അമ്പലങ്ങൾ ദർശിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ശ്രീരാമ രാമ ശ്രീരാമ രാമ സീതാപതേ രാമ ശ്രീരാമ രാമ. ശ്രീരാമ രാമ ശ്രീരാമ രാമ സീതാപതേ രാമ ശ്രീരാമ രാമ. അധ്യാത്മരാമായണത്തിൻ്റെ ആരംഭത്തിലുള്ള മംഗളാചരണത്തിലാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധ ചെയ്യുന്നത്. അവിടെ ശ്രീരാമചന്ദ്രനെ, ശ്രീരാമഭദ്രനെ, സീതാഭിരാമനെ, ആ സീതാഭിരാമൻ ലോകാഭിരാമനുമാണ്. ലോകാഭിരാമനാവുന്നതോ രാവണാന്തകനാവുന്നതിലൂടെ. അങ്ങനെയുള്ള ശ്രീരാമനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, മമ ഹൃദി രമതാം രാമ രാമ, എൻ്റെ ഹൃദയത്തിൽ വന്ന് രമിക്കണമേ. ഭക്ത ഹൃദയങ്ങളിൽ നിവസിക്കുന്നു ഭഗവാൻ. ഭഗവാൻ നിവസിക്കണമെങ്കിൽ അതിനനുസരിച്ച ശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ വേണം. ചിത്തദോഷങ്ങൾ ഒഴിഞ്ഞ് എൻ്റെ മനസ്സ് പരിശുദ്ധമാകണമേ. അങ്ങനെ പരിശുദ്ധമായ എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ നിവസിക്കണമേ. ഇതാണ് പ്രാർത്ഥന. ഈ ഒരു ലക്ഷ്യമാണ് മൊത്തം നമ്മൾ രാമായണ പഠനം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. നമ്മുടെയൊക്കെ അന്ധക്കരണം ശുദ്ധമായി ഭഗവാന് നിവസിക്കാൻ യോഗ്യമായ ഇടമാകട്ടെ. സംശയം, ഭഗവാൻ എല്ലാ ഹൃദയങ്ങളിലും നിവസിക്കുന്നില്ലേ? അവിടെ ശിഷ്ടരെന്നോ ദുഷ്ടരെന്നോ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും സർവ ഹൃദയ നിവാസിയാണ് ഭഗവാൻ. അവിടെ ശിഷ്ടരെന്നോ ദുഷ്ടരെന്നോ വ്യത്യാസമില്ല. എന്നാൽ എപ്രകാരമാണോ മാലിന്യം നിറഞ്ഞ ഒരു പ്രതലത്തിൽ, കണ്ണാടിയിൽ സൂര്യൻ പ്രകാശിക്കാത്തത്, എപ്രകാരം തെളിഞ്ഞ ഉപാധിയിൽ സ്പഷ്ടതരമാകുന്നുവോ അതേപോലെ നമ്മുടെയൊക്കെ അന്ധകരണം ശുദ്ധമാകുമ്പോഴാണ് ഭഗവത് ഭാവത്തെ പ്രകാശിപ്പിക്കാൻ സമർത്ഥമാകുന്നത്. ആ ഒരു ഭാവനയോടുകൂടി നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. മമ ഹൃദി രമതാം രാമ, ഹേ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. ഭക്തി പാരവശ്യത്തിൽ ആവർത്തിച്ച് വിളിക്കുകയാണ്. ഓരോ ആവർത്തിച്ചുള്ള രാമനാമവും കൂടുതൽ കൂടുതൽ ഭക്തിഭാവത്തെ വളർത്തുകയും ഹൃദയത്തെ വിശുദ്ധമാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സംബോധന ചെയ്തിട്ട് ശ്രീ രാഘവാത്മാ രാമ, ശ്രീ രാഘവ, രഘുവംശത്തിൽ ജനിച്ചവനെ. രഘുവംശത്തിൽ വന്ന രാമൻ, രാഘവനായ രാമൻ വാസ്തവത്തിൽ ആരാണ്? ആത്മാരാമനാണ്. ആത്മാവിൽ രമിക്കുന്നവനാണ്. ആത്മസ്വരൂപവും ആനന്ദസ്വരൂപവുമായവനാണ്. സർവ ആത്മാക്കളെയും സർവ ജീവാത്മഭാവത്തിൽ കഴിയുന്നവരെയും ആനന്ദിപ്പിക്കുന്ന പാരമാർത്ഥിക ഭാവമാണ്. അങ്ങനെയുള്ള ആത്മാരാമനാണ് രാഘവനായി വന്നിട്ടുള്ളത്. അവതാര കൃത്യങ്ങളെ നിർവഹിക്കാൻ വേണ്ടി, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി സാക്ഷാൽ ആത്മാരാമനാണ് രാഘവരാമനായിട്ട് വന്നിട്ടുള്ളത്. ആ രാഘവരാമൻ്റെ വർണ്ണനയാണ് രാമായണത്തിലുടനീളം. എന്നാൽ അധ്യാത്മരാമായണത്തിൽ ആ രാഘവരാമൻ്റെ വർണ്ണനയിൽ ആത്മാരാമൻ ഒട്ടും പ്രാധാന്യം കുറയുന്നില്ല. അങ്ങനെയുള്ള ഈ ഗ്രന്ഥത്തിൽ ഏതൊരു ഭഗവാന്റെ ചരിതമാണോ വർണ്ണിക്കാൻ പോകുന്നത്, ആ ഭഗവാന്റെ നാമമാണ് തുടക്കത്തിലേ നിർദ്ദേശിക്കുന്നത്, രാഘവാത്മാരാമ. വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണത്. ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപതേ. രമാപതേ, രമയുടെ
മഹാലക്ഷ്മിയുടെ പതി നാഥൻ. ഇവിടെ രാഘവാത്മാരാമൻ ആര്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്. സാക്ഷാൽ മഹാവിഷ്ണുവാണ് ജഗത് രക്ഷണാർത്ഥം രാഘവരാമനായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് രാഘവരാമനെ സ്തുതിക്കുമ്പോൾ അവിടെ രമാപതേ എന്ന് വിളിക്കുന്നു. ഹേ രമാപതേ, ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. രമണീയ വിഗ്രഹ, രമണീയമായ, അങ്ങേയറ്റം ആനന്ദിപ്പിക്കുന്ന, ആനന്ദകരമായ വിഗ്രഹത്തോട്, ശരീരത്തോട് കൂടിയവൻ. ഏതൊരു ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നതിന് ഏറ്റവും ഉചിതമാണോ, ഏറ്റവും എളുപ്പമാണോ, ആ ഒരു രമണീയമായ ഭാവത്തോടു കൂടിയാണ്, ജഗന്മോഹനമായ ഭാവത്തോടു കൂടിയാണ് ഇവിടെ ഭഗവാൻ അവതരിച്ചതും ലീലകളെല്ലാം അനുവർത്തിച്ചതും. ആ ഭഗവാനെ വിളിക്കുകയാണ് രമണീയ വിഗ്രഹ. ഇത്രയ്ക്കൊക്കെ വിളിച്ചിട്ട് എന്താ പറയാനുള്ളത്? നമോസ്തു തേ, തേ നമഃ അസ്തു, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഈ ജഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിർവഹിക്കുന്ന, സ്വതവേ ആത്മാരാമനാണെങ്കിലും രാഘവരാമനായി തീർന്ന് ലോകാഭിരാമനായിരിക്കാൻ വേണ്ടി രാവണാദി നിഗ്രഹം ചെയ്ത് ജഗത് രക്ഷണം ചെയ്യുന്ന ഹേ രാമ, ഹേ പരമാത്മൻ, നിനക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. ഇങ്ങനെ നമസ്കാരത്തിൽ ആ ഒരു സ്തുതിയെ പൂർത്തിയാക്കിയിട്ട് ആവർത്തിച്ച് നാരായണ നാമം ജപിച്ച് നമസ്കരിക്കുകയാണ്. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. നാരായണൻ പരമാത്മാവ് തന്നെ. നാരം അയനം യസ്യ സ നാരായണ. നാരം, നരാണാം സമൂഹം, മനുഷ്യന്മാരുടെ സമൂഹമാണ് നാരം. അപ്പം സകല മനുഷ്യരിലും ആരാണോ അയനം ചെയ്യുന്നവൻ, നിവസിക്കുന്നവൻ, അവൻ നാരായണൻ ആത്മഭാവത്തിൽ. അഥവാ സർവമനുഷ്യർക്കും ഏകഗതിയായവൻ ആരോ, അവൻ നാരായണൻ. നാരം ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനത്തിലൂടെ ആരിലേക്ക് ഗതി ലഭിക്കുമോ അവൻ നാരായണൻ. നാരം കാരണജലമാണ്. ഈ സൃഷ്ടിക്കപ്പെട്ട വൈചിത്ര്യങ്ങളെല്ലാം ഒടുങ്ങി കേവലം കാരണജലം മാത്രമായി കൽപ്പാന്തകാലത്തിൽ തീരുമ്പോൾ, താത്പര്യം സ്ഥൂലമായ പ്രപഞ്ചം മുഴുവൻ സൂക്ഷ്മത്തിലേക്കും പിന്നീട് കാരണത്തിലേക്കും വിലയിക്കുമ്പോൾ, ആ കാരണജലത്തിൽ ശയനം ചെയ്യുന്നവനാരോ അവൻ നാരായണൻ. നാരം പരമപ്രേമമാണ്. പരമപ്രേമരൂപമായ ഭക്തിയിലൂടെ ആരിലേക്ക് അയനം ചെയ്യാൻ സാധിക്കുമോ അവൻ നാരായണൻ. ഹേ പരമാത്മൻ, ഹേ നാരായണൻ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇവിടെ നാരായണായ നമഃ എന്നുള്ള മന്ത്രം ആവർത്തിച്ച് ഉച്ചരിക്കുകയാണ്. അങ്ങനെ സ്വയം ജപിച്ച് മറ്റുള്ളവർക്ക് ജപിക്കാൻ പ്രേരണ കൊടുത്ത് ആ ഒരു പരിശുദ്ധമായ ഭാവത്തോടു കൂടി ജപത്തിലൂടെ സിദ്ധമാകുന്ന ആന്തരിക പരിശുദ്ധിയോടുകൂടി ഈ രാമായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. രാമായണ പഠനം ചെയ്യണം. കാരണം ആരിലാണോ ഈശ്വരഭക്തി കൊണ്ട്, ഗുരുഭക്തി കൊണ്ട് അന്ധഃകരണം ശുദ്ധമായിരിക്കണത്, അയാളിൽ മാത്രമേ ശാസ്ത്രസാരം പ്രവേശിക്കൂ. യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരോ തസ്യൈതേ കഥിതാഹ്യർത്ഥ പ്രകാശന്തേ മഹാത്മന എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കും. അപ്പോൾ ഈശ്വരനിലുള്ള ഭക്തി അതുണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രരഹസ്യം നമ്മളിൽ പ്രകാശിക്കൂ. അതുകൊണ്ട് ഈ ശാസ്ത്രരഹസ്യങ്ങളെ പ്രകാശിപ്പിക്കാൻ പോകുന്ന രാമായണത്തിൻ്റെ രചന ആരംഭം ആവർത്തിച്ച് നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്കും ആ ഒരു ശുദ്ധമായ അന്ധകരണത്തോടു കൂടി
ഇതിലേക്ക് പ്രവേശിക്കാം. അതിനുള്ള സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ആത്മീകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ശ്രീരാമനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരാൾ. എവിടെയാണോ രാമകഥ പാരായണം ചെയ്യപ്പെടുന്നത് അവിടെയൊക്കെ തന്നെ തലയ്ക്ക് മുകളിൽ കൂപ്പിയ കൈകളുമായി കണ്ണു നിറഞ്ഞുകൊണ്ട് സദാ സാന്നിധ്യം ചെയ്യുന്ന ഒരാൾ. രാമകാര്യത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരാൾ. നാം ഇപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്തും രാമകഥ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും തൊട്ടടുത്ത് വന്ന് സാന്നിധ്യം ചെയ്യുന്ന ആ മഹാത്മാവ് സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ പരിചയപ്പെടാനുള്ളത്. ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വന്ദന ശ്ലോകം മനോജവം മാരുതി തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിവദാമരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപത്തി. ആ ഭഗവാൻ വായുദേവന്റെ പുത്രനായിട്ടുള്ള ഭഗവാനാണ് എന്നാണ് സങ്കല്പം. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഹനുമാൻ എന്ന് രാമായണം പഠിക്കുന്ന ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. രാമായണത്തിലെ ശിവനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, രാമായണത്തിൽ മഹാദേവന്റെ സാന്നിധ്യം നിത്യം കാണണമെങ്കിൽ ഏറ്റവും നന്നായി നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ഹനുമാൻ സ്വാമിയെയാണ്. കാരണം ഭഗവാൻ ശിവാംശഭൂതനാണ്. അതിന് പുറകിലുള്ള കഥ പറയുന്നത് ഭഗവാൻ മഹാദേവനും ശ്രീപാർവതീ ദേവിയും വാനരന്മാരായി ആ വാനര രൂപത്തിൽ കാട്ടിൽ കഴിഞ്ഞുവെന്നും ആ സമയത്ത് ശ്രീപാർവതീ ദേവി ഭഗവാനിൽ നിന്ന് ഗർഭം ധരിച്ചുവെന്നും ആ ഗർഭത്തെ ദേവിക്ക് പ്രസവിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് പാർവതി ആഗ്രഹിച്ചുവെന്നും ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള വായുദേവൻ ആ ഗർഭത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ചൈതന്യത്തെ തൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മഹാശിവഭക്തരായിരുന്ന കേസരിക്കും അഞ്ജനയ്ക്കും നൽകുന്നു. അങ്ങനെയാണ് ഭഗവാൻ അഞ്ജനാസുതനായിട്ട്, കേസരി നന്ദനായിട്ട്, വായുപുത്രനായിട്ട് രുദ്രാംശത്തോടു കൂടി ഈ ഭൂമിയിൽ അവതാരമെടുക്കുന്നത്. മഹാഭക്തനായിട്ടുള്ള ഹനുമാനെ നമുക്ക് ഓരോരുത്തർക്കും രാമായണത്തിൽ കാണാൻ സാധിക്കും. ആദ്യമായി രാമലക്ഷ്മണന്മാർ ഹനുമാനെ കാണുന്ന സന്ദർഭം രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. ഋഷ്യമൂകാചലത്തിൽ ബാലിയെ പേടിച്ച് കഴിയുന്ന സുഗ്രീവൻ ദൂരെ നിന്ന് ആരോ വരുന്നുണ്ട്, അതാരാണ് എന്ന് നിരീക്ഷിക്കൂ എന്നുള്ള നിർദ്ദേശം ഹനുമാന് നൽകുന്നു. ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്ന് രാമലക്ഷ്മണന്മാരോട് വന്ന കാര്യം എന്ത് എന്ന് തിരക്കുന്നു. ഭഗവാന്റെ ആ വാക്ചാതുര്യത്തിൽ, ഭഗവാന്റെ വ്യാകരണ പ്രയോഗത്തിൽ അത്യധികം സന്തോഷിതനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ഇവൻ മഹാപണ്ഡിതനാണ്, ഇവൻ സാധാരണ ഒരു ബ്രാഹ്മണനല്ല എന്ന് മനസ്സിലാക്കുകയും ഭഗവാന്റെ ദിവ്യരൂപം ദർശിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് സുഗ്രീവനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് ഹനുമാൻ കാരണഭൂതനാവുന്നത്. ബാലിക്ക് പോലും ഹനുമാനെ ഭയമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രക്ഷിപ്തമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഭഗവാൻ മഹാദേവന്റെ അംശം അഞ്ജനയുടെ ഗർഭത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ബാലി സാക്ഷാൽ പഞ്ചലോഹം ഉരുക്കിക്കൊണ്ട് അഞ്ജനയുടെ ഗർഭത്തിൽ ഒഴിച്ചു എന്നൊരു കഥയുണ്ട്. എന്നാൽ അത് ഭഗവാന് കവചമായി മാറുകയും ബജ്രംഗ് ബലി എന്ന പേര് ഹനുമാന് കിട്ടുകയും ചെയ്തു എന്നാണ്. ഹനുമാൻ എന്ന പേര് തന്നെ ഭഗവാന് ഒരു പ്രത്യേക ലീലയിലൂടെ കിട്ടിയതാണല്ലോ. പണ്ട് കുട്ടിക്കാലത്ത് സൂര്യനെ കണ്ട് അതെന്തോ വിശേഷപ്പെട്ട ഫലമാണ് എന്ന് ധരിച്ച് അതിനെ എത്തിപ്പിടിക്കാൻ കുഞ്ഞു ഹനുമാൻ ചാടിയത്രേ. തൻ്റെ ഏറ്റവും ആശ്രിതനായിട്ടുള്ള സൂര്യദേവന് അപകടം വരുന്നു എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ വജ്രം കുഞ്ഞു ഹനുമാന് നേരെ പ്രയോഗിക്കുകയും ഭഗവാന്റെ താടിയെല്ലിന് വജ്രത്തിന്റെ ക്ഷതം ഏൽക്കുകയും ചെയ്തു എന്നാണ്. വായുദേവന്റെ ഒരു ലീല കൊണ്ടാണ് പിന്നീട് ഹനുമാന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നത്. അതോടുകൂടി ഭഗവാൻ ചിരഞ്ജീവിയായി തീരുന്നു. ഒരു തരത്തിലുള്ള ആയുധങ്ങൾക്കോ ഒരു തരത്തിലുള്ള വസ്തുക്കൾക്കോ ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കില്ല എന്ന വരം ഭഗവാൻ ലഭിക്കുന്നു. പിന്നീട് എപ്പോഴോ ലഭിക്കുന്ന ഒരു ശാപം കാരണമാണ് സ്വന്തം ശക്തി എന്ത് എന്ന് ഹനുമാൻ മറന്നു പോകുന്നത്. അങ്ങനെ സ്വന്തം ശക്തി മറന്ന ഹനുമാനെ തൻ്റെ ശക്തിയെ കുറിച്ച് ബോധവാന്മാരാക്കുന്നത് സാക്ഷാൽ ജാമ്പവാനാണ്. അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമി രാമകാര്യത്തിന് വേണ്ടി എന്തും ഏത് നിമിഷവും ചെയ്യാം എന്ന സന്നദ്ധനായിട്ടുള്ള ഹനുമാൻ സ്വാമി ഒറ്റച്ചാട്ടം കൊണ്ട് ലങ്കയിലെത്തി ലങ്കാധിപതിയായിട്ടുള്ള രാവണനെ പോലും വിറപ്പിച്ച ആ ഹനുമാൻ സ്വാമി തൻ്റെ ചെറിയ ആ ലീല കൊണ്ട് ലങ്കാനഗരത്തെ മുഴുവൻ ചുട്ടരിച്ച ഹനുമാൻ സ്വാമി
തൻ്റെ സ്വാമിനിയായിട്ടുള്ള സീതാദേവിയുടെ പാദങ്ങളെ കണ്ട് സ്മരിച്ചുകൊണ്ട് അമ്മേ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ കൊണ്ടുപോവാം, എൻ്റെ പുറത്തൊന്ന് കയറിയാൽ മതി എന്ന് വീരതയോടുകൂടി പറയുന്ന ഹനുമാൻ സ്വാമിയൊക്കെ തന്നെ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ്. വാനര സ്വഭാവമാണ് നമ്മുടെ മനസ്സിന്. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത മനസ്സ് തന്നെയാണ് വാനരൻ. ആ വാനരൻ എപ്പോഴാണ് ഹനുമാനാവുന്നത്? അത് ശ്രീരാമപാദങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സാകുന്ന ഹനുമാനെ രാമപാദങ്ങളിൽ നാം അടക്കി നിർത്തിയാൽ നമ്മുടെ മനസ്സാകുന്ന വാനരന് ഭക്ത ഹനുമാനായി തീരാൻ സാധിക്കും എന്ന് ഹനുമാൻ സ്വാമിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. എപ്പോഴൊക്കെ രാമപാദങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ രാമനാമത്തോടൊപ്പം തന്നെ ഓർക്കേണ്ട പേരാണ് ആഞ്ജനേയൻ്റേത്. സാക്ഷാൽ ലക്ഷ്മണസ്വാമി ബോധരഹിതനായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് മരുത്വാമല കൊണ്ടുവരാൻ ഏത് ഔഷധമാണെന്നറിയാതെ മലയോടുകൂടി കൊണ്ടുവന്ന ആ ദിവ്യ ചൈതന്യമാണ് ഹനുമാൻ സ്വാമി. അതുപോലെ നമ്മുടെ മനസ്സിനും എന്തും ചെയ്യാനുള്ള ശേഷിയുണ്ട്. നമ്മുടെ മനസ്സിലിരിക്കുന്ന ഹനുമാനെ നാം തിരിച്ചറിയണം എന്ന് മാത്രം. നോക്കൂ, നമ്മൾ ഇന്ന് ഈ രാമായണ മാസത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എത്രയോ മനുഷ്യരാണ് മനോബലമില്ലാതെ വിഷമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ആത്മഹത്യകൾക്ക് കാരണം മനോബലം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. മനോബലം കൂട്ടാനായി ആശ്രയിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ദേവതയാണ് ഹനുമാൻ സ്വാമി. ഭഗവാന്റെ ധ്യാന ശ്ലോകം ഞാൻ നേരത്തെ ഇവിടെ ചൊല്ലിയ സമയത്ത് തന്നെ പ്രതിപാദിച്ചു. മനോജവം മാരുതതുല്യ വേഗം, കാറ്റിന്റെ വേഗതയിൽ മനസ്സിനെ ജയിക്കുന്നവനാണ് ഹനുമാൻ സ്വാമി. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും രാമനെ തന്നെ ലഭിക്കും. നിങ്ങൾക്ക് രാമനെ വേണമെങ്കിൽ നാം ആശ്രയിക്കേണ്ടത് ഹനുമാനെയാണ്. ഹനുമാൻ കൃത്യമായി നമ്മളെ രാമപാദങ്ങളിൽ എത്തിക്കും. അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്ത് നമ്മുടെ ഗൃഹങ്ങളിൽ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ നാം രാമായണ പാരായണം നടത്തുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും വന്നിരിക്കുന്ന ആ ഹനുമാൻ സ്വാമിയെ ഒളിഞ്ഞും തെളിഞ്ഞും കാണാനുള്ള അകക്കണ്ണും പുറക്കണ്ണും നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ ഹനുമാനെ തിരിച്ചറിഞ്ഞ് എന്താണ് യഥാർത്ഥത്തിലുള്ള ഭക്തി, എന്താണ് യഥാർത്ഥത്തിലുള്ള സമർപ്പണം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലത്തിയൂർ ശ്രീ ഹനുമാൻ കാവ്. അവിടെ ഭഗവാന് വടമാല കഴിക്കുന്നവർ, വെറ്റിലമാല ചാർത്തുന്നവർ, അവില് നേദിക്കുന്നവർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ഭക്തരെ ഈ രാമായണ മാസക്കാലത്ത് ഭഗവാന്റെ ആ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുന്നവർക്ക് ആത്യന്തികമായി ലഭിക്കുന്നത് മനസ്സടക്കമാണ്, ആത്മവിശ്വാസമാണ്, ധൈര്യമാണ്. എന്തും എന്നെ കൊണ്ട് സാധിക്കും, ഭഗവാൻ ശ്രീരാമന്റെ നാമം മാത്രം മതി അതിനെനിക്ക് കരുത്ത് എന്നുള്ള മനോബലമാണ്. ആ മനോബലം ആർജിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം സാക്ഷാൽ ശ്രീ ഹനുമാൻ സ്വാമിയുടെ അഞ്ജനാപുത്രനായിട്ടുള്ള ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനുമയോധ്യയ്ക്കമ്മാറെഴുന്നള്ളിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ. ഐശ്വര്യം ഭവിക്കട്ടെ മഹാരാജൻ, ഐശ്വര്യം ഭവിക്കട്ടെ. മഹർഷേ, രാജ്യസഭ കൂടുന്ന സമയമല്ലാതിരുന്നിട്ടും അങ്ങ് എന്തിനാണ് നമ്മെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? മഹാരാജൻ, രാജ്യസഭയിൽ വെച്ച് രാജോചിതമായി സ്വീകരിക്കേണ്ട ഒരു അതിഥി ദാ ഇപ്പോൾ ഇങ്ങോട്ട് വരും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിന്നുകൊള്ളൂ. രാജോചിതമായി സ്വീകരിക്കേണ്ട ഒരാൾ? മഹർഷേ, അത് രാജനോ ദേവനോ? രാജത്വവും ദേവത്വവും ചേരുന്ന രാജർഷിയാണ് സാക്ഷാൽ കൗശികൻ, വിശ്വാമിത്രൻ. അല്ല മഹർഷേ, ക്ഷിപ്രകോപിയായ വിശ്വാമിത്രൻ. എന്തെങ്കിലും അപ്രിയം? അയോധ്യാധിപൻ സൂര്യകുല തിലകം മഹാരാജ ദശരഥന് വന്ദനം. സ്വാഗതം മഹാത്മാൻ, സ്വാഗതം. അയോധ്യ നഗരം അങ്ങയുടെ പാദസ്പർശത്താൽ ധന്യമായി. പറഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്?
ക്ഷത്രിയോചിതമായൊരു സഹായം അത് യാചിച്ച് വന്നതാണ് ഞാൻ. യാചനയല്ല, കൽപ്പനയാണ്. കൽപ്പിച്ചാലും മഹർഷേ, നാമും ഈ അയോധ്യയും അജയമായ നമ്മുടെ സൈന്യവും അങ്ങയുടെ വിളിപ്പുറത്തുണ്ട്. കൽപ്പിച്ചാലും. രാജാ ദശരഥനെയോ അങ്ങയുടെ സൈന്യത്തെയും നാം ആശിക്കുന്നില്ല. നവതാരുണ്യം തേടുന്ന അങ്ങയുടെ പുത്രന്മാരെയാണ് നാം ആവശ്യപ്പെടുന്നത്. അല്ല മഹർഷേ, നമ്മുടെ പുത്രന്മാർ അവർ ബാലകരാണ്. അവരെ കൊണ്ട് അങ്ങേക്ക് എന്താവശ്യം? നമ്മുടെ യാഗരക്ഷ. പിതൃക്കളെയും ദൈവന്മാരെയും ധ്യാനിച്ച് നാം നടത്തുന്ന യാഗത്തിൽ ചില രാക്ഷസന്മാർ വിഘാതമുണ്ടാക്കുന്നു. യാഗകുണ്ടത്തിൽ മാംസവും മലവും വലിച്ചെറിയുന്നു. അവരെ അമർത്തി നമ്മുടെ യാഗത്തെ രക്ഷിക്കണം. അതിന് അങ്ങയുടെ പുത്രന്മാരെ, രാമലക്ഷ്മണന്മാരെ നമ്മോടൊപ്പം അയക്കുക. മഹർഷേ, ഞാൻ അങ്ങ് വിശ്രമിക്കൂ. അർഘ്യപാദ്യങ്ങൾ വരുത്താം. അരുത്, അർഘ്യപാദ്യങ്ങൾ നമുക്ക് ആവശ്യമില്ല മഹാരാജൻ. കുമാരന്മാരാണ് വേണ്ടത്. മനസ്സാണെങ്കിൽ പറയുക, നാം വിശ്രമിക്കാം. മഹർഷേ, ഞാൻ എന്തു മറുപടി പറയും? ലോകം കണ്ടിട്ടില്ലാത്ത കുമാരന്മാരാണ്. രാക്ഷസ നിർഗ്രഹത്തിന് അവർ പ്രാപ്തരുമല്ല. വിശ്വാമിത്ര മഹർഷി, നാം ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും? ആശങ്ക വേണ്ട മഹാരാജൻ. രാമലക്ഷ്മണന്മാർ സാധാരണ മനുഷ്യരല്ല. രാക്ഷസ നിഗ്രഹം അവർക്ക് ജന്മദൗത്യമാണ്. വേറെയും ദേവകാര്യങ്ങളുണ്ട്. അങ്ങേക്ക് ധൈര്യമായി അവരെ മഹർഷിക്കൊപ്പം അയക്കാം. എങ്കിൽ ഞാൻ അവരെ അയക്കാം മഹർഷി. ആരെവിടെ? രാമലക്ഷ്മണന്മാരെ ചാപ്പാണ് തുണീരങ്ങൾ ധരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരുവിൻ. അങ്ങയുടെ യാഗം രക്ഷിക്കാൻ നമ്മുടെ കുമാരന്മാർ പ്രാപ്തരാണെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് സത്യമായി ഭവിക്കട്ടെ. രാമലക്ഷ്മണന്മാർ അങ്ങേക്കൊപ്പം വരും. കുമാര, ഇത് രാജർഷി വിശ്വാമിത്രൻ. നമസ്കരിച്ചുകൊള്ളൂ.